ആർ ബാലകൃഷ്ണപിള്ളയുടെ വിൽപത്രത്തിലെ ഒപ്പ് വ്യാജമല്ലെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. മകൾ ഉഷ മോഹൻദാസ് ആണ് സ്വത്ത് തർക്കത്തെ തുടർന്ന് വിൽപത്രത്തിലെ ഒപ്പ് വ്യാജമാണെന്ന് ആരോപിച്ച് കോടതിയെ സമീപിച്ചത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ഈ സ്വത്ത് തർക്കമായിരുന്നു. വിൽപത്രത്തിലെ ഒപ്പ് വ്യാജമെന്ന് ഉഷ മോഹൻദാസ് ആരോപിക്കുമ്പോൾ അത് ആ നിലയിലൊരു ആരോപണം വന്നത് മന്ത്രി ഗണേഷ് കുമാറിന് നേരെയാണ്, അദ്ദേഹത്തിൻ്റെ മകന് നേരെയാണ്. അദ്ദേഹത്തിന് നേരെ സഹോദരിയാണ് ഇങ്ങനെയൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഒരു സിവിൽ തർക്കം കേസുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയത്. ഏതായാലും ആ കേസിൽ വളരെ സുപ്രധാനമായൊരു വിവരമാണ്, വിൽപത്രത്തിലെ ഒപ്പ് വ്യാജമല്ല, അത് ആർ ബാലകൃഷ്ണപിള്ളയുടേത് തന്നെയാണ്. ഫോറൻസിക് റിപ്പോർട്ട് കോടതിയിലെത്തിയോ? അത് അവരെ സംബന്ധിച്ച്, ഉഷ മോഹൻദാസിനെ സംബന്ധിച്ച്, ഹർജിക്കാരിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയല്ലേ ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ? റൈറ്റ്, രാജ്കുമാറിലേക്ക് വരാം. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇതാണ്. സ്വത്ത് തർക്കത്തെ തുടർന്ന് കേസ് സിവിൽ കോടതിയിൽ കൊടുത്ത കേസിലാണ് ആർ ബാലകൃഷ്ണപിള്ള സ്വത്ത് സംബന്ധിച്ച് തയ്യാറാക്കപ്പെട്ടിരുന്ന വിൽപത്രം, ഈ സ്വത്ത് എങ്ങനെയൊക്കെ ഭാഗിക്കണം, ഓരോ മക്കൾക്കും എന്തൊക്കെയാണ് നൽകേണ്ടത് എന്നത് സംബന്ധിച്ച് വ്യക്തമാക്കിയിരുന്നു. സ്കൂളും മറ്റു കാര്യങ്ങളുമൊക്കെ, സ്കൂളൊക്കെ ഗണേഷ് കുമാറിന്, മന്ത്രി ഗണേഷ് കുമാറിന് മകനെന്ന നിലയിൽ നൽകുന്ന തരത്തിലായിരുന്നു ആ വിൽപത്രം. ആ വിൽപത്രത്തെ ചലഞ്ച് ചെയ്തു മകളായിട്ടുള്ള ഉഷ മോഹൻദാസ് ചലഞ്ച് ചെയ്തു. അങ്ങനെ കോടതിയിൽ ആർ ബാലകൃഷ്ണപിള്ളയുടെ അച്ഛൻ്റെ വിൽപത്രത്തെ ചലഞ്ച് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ പറഞ്ഞ കാരണം, ഇത് അദ്ദേഹം സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം തയ്യാറാക്കിയ വിൽപത്രമല്ല, അതിൽ ഒപ്പ് വ്യാജമാണ്. എന്ന് വെച്ചാൽ ആ നിലയിൽ ആ വിൽപത്രം വ്യാജമായി സൃഷ്ടിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒപ്പ് അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ച് ഇടിയിച്ചതാകാം, അല്ലെങ്കിൽ പിന്നീട് രൂപപ്പെടുത്തിയതാകാം എന്ന നിലയിലുള്ള വളരെ പ്രധാനപ്പെട്ട ആരോപണം എടുക്കുകയായിരുന്നു, ഒരു വാദം എടുക്കുകയായിരുന്നു. അതേ തുടർന്നാണ് ആ വിൽപത്രം ഫോറൻസിക് പരിശോധനയ്ക്ക് പോയത്. രാജ്കുമാർ, അങ്ങനെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച വിൽപത്രം, അത് ഈ ഹർജിക്കാരി പറയുന്നത് പോലെ, ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൾ പറയുന്നത് പോലെ ആ വിൽപത്രം വ്യാജമല്ല, അതിലെ ഒപ്പ് ആർ ബാലകൃഷ്ണപിള്ളയുടേത് തന്നെയാണ് എന്നാണോ കോടതിയിലെത്തിയിരിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ട് പറയുന്നത്? അതെ, ഇത് 2021 ഇപ്പോൾ ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഉഷ മോഹൻദാസ്, ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൾ, KB ഗണേഷ് കുമാർ ഇത് വ്യാജ ഒപ്പിട്ട് സ്വത്ത് തട്ടിയെടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് കൊട്ടാരക്കര മുനിസിപ്പൽ കോടതിയെ സമീപിച്ചത്. മുനിസിപ്പൽ കോടതിയിൽ കേസ് നടക്കുമ്പോൾ ഇത് സംബന്ധിച്ച് ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി ഇത് ഒപ്പ് ആർ ബാലകൃഷ്ണപിള്ള തന്നെ ഇട്ടതാണെന്ന് KB ഗണേഷ് കുമാർ വാദിച്ചു. എന്നാൽ ഇത് വ്യാജമാണെന്ന് അവരും വാദിച്ചു. ഇതിനെ തുടർന്നാണ് കോടതി ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചത്. ആ ഫോറൻസിക്കിൻ്റെ പരിശോധന ഫലം കൂടിയാണിത്. 2024 11-ാം മാസം തന്നെ ഇത് കോടതിയിലേക്ക് ഇതിൻ്റെ റിപ്പോർട്ട് ഫോറൻസിക് സംഘം അയച്ചിരുന്നു. അതിൽ അസിസ്റ്റന്റ് ഡയറക്ടർ അപർണയാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഇതിൽ പറയുന്ന ഏതാണ്ട് നിരവധി രേഖകൾ, ഈ ഒപ്പ് വ്യാജമാണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി നിരവധി രേഖകൾ ഫോറൻസിക് ആവശ്യപ്പെട്ടു. ആ രേഖകൾ മുഴുവനും KB ഗണേഷ് കുമാർ ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന KB ഗണേഷ് കുമാർ അഭിഭാഷകൻ വഴി സമർപ്പിച്ചു. ആ രേഖകൾ മുഴുവനും പരിശോധിച്ചു. നിരവധി ചെക്കുകൾ, അദ്ദേഹം നേരത്തെ ആർ ബാലകൃഷ്ണപിള്ള പ്രവർത്തിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന സ്ഥാപനങ്ങളിലെ മിനിറ്റ്സ് ബുക്കുകൾ, ഇതെല്ലാം പരിശോധിച്ചാണ് ഇപ്പോൾ ഈ ഏറ്റവും അവസാനം ഈ വിൽപത്രത്തിലെ ഒപ്പ് വ്യാജമല്ല, അത് അദ്ദേഹം തന്നെ ഇട്ടതാണ് എന്ന് ഫോറൻസിക് ഫലം ഈ കോടതിയെ സമർപ്പിച്ചതും ആ കോടതിയിൽ നിന്നാണ് ഇപ്പോൾ ആർ ഗണേഷ് കുമാറിന് ഈ പകർപ്പ് കിട്ടിയത്. ശരി, വളരെ സുപ്രധാനമായൊരു വാർത്തയാണ്. ഏതായാലും ഈ ഫോറൻസിക് പരിശോധനാ ഫലം ആർ ബാലകൃഷ്ണപിള്ളയുടെ ഒപ്പ് അല്ലെങ്കിൽ ആ വിൽപത്രം അത് വ്യാജമല്ല എന്ന് പറയുമ്പോൾ, അത് ഗണേഷ് കുമാറിനെതിരെ സഹോദരി ഉന്നയിച്ച ഗുരുതരമായ ആരോപണമായിരുന്നു. ആ ആരോപണം കളവാണ്, തെറ്റാണ് എന്ന സാഹചര്യം വരുന്നു. ഫോറൻസിക് റിപ്പോർട്ട് ആർ ബാലകൃഷ്ണപിള്ളയുടേത് തന്നെയാണ് ആ വിൽപത്രം, അതിലെ ഒപ്പ് അദ്ദേഹത്തിൻ്റേത് തന്നെയാണ് എന്ന നില വരുന്നു. കോടതിയിലേക്ക് ആ റിപ്പോർട്ട് എത്തിയിട്ടുണ്ട്. സ്വത്ത് തർക്കത്തെ തുടർന്ന് രൂപപ്പെട്ട കോടതി വ്യവഹാരത്തിലാണ് ഈ ഫോറൻസിക് റിപ്പോർട്ട് വളരെ നിർണായകമായി മാറിയിട്ടുള്ളത്.